മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രഭാതം ഒരു വിരുന്നിൻ്റെ വേളയാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് പേരിട്ടിരിക്കുന്നത്. എല്ലാം പുത്തനായി ദൈവം നമുക്ക് നൽകുകയാണ്. എല്ലാ പൂക്കളും വിടരുന്നത് രാത്രിയിലാണ്. പ്രഭാതം നമ്മൾ നോക്കുമ്പോൾ പൂക്കളെല്ലാം വിടർന്നു നിൽക്കുന്നു. പ്രപഞ്ചം മുഴുവൻ മനോഹരമായിരിക്കുന്നു. സംഗീതവും പാട്ടും അത് പക്ഷികളുടേതാണെന്നാണ് പറയുക. അവരതെല്ലാം ആഘോഷിക്കുന്നു. ഒരു പുതിയ ദിവസം ഒരാഘോഷ ദിനമായി മാറുന്നത് ഈ പുലരിയിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് പുലരിയിൽ നിദ്ര ഉണർന്നങ്ങേ പാവന സന്നിധി ഞങ്ങൾ അണയുന്നു, കർത്താവേ നിൻ്റെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് നമിക്കുന്നു എന്നൊക്കെ നമ്മൾ നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ പാടുക. നന്ദിയോടുകൂടി നമുക്ക് നിൽക്കാം ഈ പ്രഭാതത്തിൽ. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരിലേക്കും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ള എല്ലാവരിലേക്കും ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രഭാതത്തെ, ഈ ദിവസത്തെ നമുക്ക് ഇന്ന് അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയാലും കൃപകളാലും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളോട് ചേർന്ന് ജീവിക്കുന്നവരെയും ഞങ്ങൾക്ക് നന്മ ചെയ്യുന്നവരെയും ഞങ്ങൾ നന്മ ചെയ്യാൻ കടപ്പെട്ടവരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നവരെ കർത്താവെ അവരാവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന നന്മകളാൽ നിറയ്ക്കണമേ. പാപികളെ, തിന്മയിൽ ജീവിക്കുന്നവരെയൊക്കെ നന്മയിലേക്ക് കർത്താവെ നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ ഒരു നിയോഗം പോലെ നമുക്ക് മദ്യപാനികളായ സഹോദരങ്ങളുണ്ട്. നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളെ, കുടുംബങ്ങളെ, അവരുടെ മദ്യപാനം കൊണ്ട് തകർച്ച അനുഭവിക്കുന്ന മക്കളെ ഒക്കെ നമുക്ക് പ്രത്യേകം ഓർത്ത് എല്ലാ മദ്യപാനികൾക്കും മാനസാന്തരത്തിൻ്റെ കൃപ കൊടുക്കണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ നമ്മുടെ എല്ലാ യാതനകളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നീ കർത്താവോട് പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചിന്തകളിലേക്ക് കടന്നു പോകാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് ഇന്നത്തെ ചിന്തകളിലേക്ക് കടന്നു പോകാം. നമ്മൾ ഇന്ന് ഓർക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ ഒരു ദീർഘമായ ഒരു പാസജാണത്. 2-ാമത്തെ അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അതിൻ്റെ 1-2 കൊച്ചു ഭാഗങ്ങൾ മാത്രം അത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അതറിഞ്ഞിരുന്നു. കാരണം ഈശോ പറഞ്ഞു ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അവർ 6 കൽഭരണികളിൽ വെള്ളം നിറച്ചു. വെള്ളം കോരി ഭൃത്യന്മാർക്ക് മാത്രമേ അത് അറിയാൻ കഴിഞ്ഞുള്ളൂ, വേറെ ആരും അറിഞ്ഞില്ല. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം പിഴിഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരം. ഞാൻ ഈ 2 വാക്കുകളെ ഒന്ന് കേന്ദ്രീകരിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ കാണുന്ന വീഞ്ഞ് താഴ്ന്ന തരവുമുണ്ട്, മേൽത്തരവുമുണ്ട്. അതായത് കുടിയന്മാരോട്
കള്ളു കുടിക്കുന്നവരോടൊക്കെ കാണിക്കുന്ന ഒരു പ്രത്യേകത ആവാം. ലഹരി പിടിച്ച് കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി വീര്യം കുറഞ്ഞത് കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഒരു ടെക്നിക്ക് അവർ ചെയ്തോ എന്ന് നമ്മൾ ഓർക്കുക. അല്ല, ആദ്യം താഴ്ന്ന വീഞ്ഞ് കൊടുത്തു എന്നാണ് പറയുക. വീര്യം കുറഞ്ഞ വീഞ്ഞ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് വാഴ്ത്തിയ വെള്ളത്തിൽ നിന്ന് ഉണ്ടായ പുതിയ വീഞ്ഞ് അതുകൊണ്ട് കൊടുത്തപ്പം കുടിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞു, ഇത് ഒന്നാന്തരം വീഞ്ഞാണല്ലോ, നീ എന്താ കാണിച്ചത്, ഞങ്ങളെ കളിപ്പിക്കാനാണോ? നല്ല വീഞ്ഞ്, മേൽത്തരം വീഞ്ഞ് ഇത്രയും സമയം സൂക്ഷിച്ച് വെച്ചിട്ട് താഴ്ന്ന തരം നീ ഞങ്ങൾക്ക് തന്നില്ലേ? ആ ഒരു പ്രതിസന്ധി നമ്മൾ നോക്കണം. ഒരു പരാതിയുടെ കീഴിൽ എന്തോ ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാക്കുകൾ നമുക്കെടുക്കണം. അതായത് താഴ്ന്ന തരവും മേൽത്തരവും എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് എല്ലായിടത്തും കാണുന്ന ഒരു പ്രതിഭാസമാണ്. താഴ്ന്ന തരവും മേൽത്തരവും. ഞാൻ ഈ വടക്കേണ്ടി കൂടെയൊക്കെ ഓരോ കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴല്ലേ നല്ല കന്നുകാലികളുണ്ടായത്. നല്ല ഹൈബ്രിഡ് നല്ല കന്നുകാലികളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോഴും ധാരാളം നല്ല പശുക്കളെ മാത്രമേ നമ്മൾ വളർത്താറുള്ളൂ. സമയം നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ചെവികളൊക്കെയുള്ള, വലിയ ഉയരമുള്ള കൊമ്പുകളൊക്കെയുള്ള മേൽത്തരം ഈ കന്നുകാലികളെ കാണാൻ നമുക്ക് പറ്റും. താഴ്ന്ന തരം കാണി കർണാടകയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞിട്ട് കുള്ളൻ കന്നുകാലികൾ, അതിന് പാലം തീരെ അധികം കാണുകയില്ലായിരിക്കും. അങ്ങനെയുള്ളവയെ കാണാൻ പറ്റും. അപ്പോൾ മേൽത്തരം കന്നുകാലികളും താഴ്ന്നതരം കന്നുകാലികളും. ഇത് ഞാൻ ഈ കന്നുകാലിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിൻ്റെയും സൃഷ്ടജാലങ്ങളിൽ മുഴുവൻ്റെയും സ്പീഷീസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മേൽത്തരവുമുണ്ട് താഴ്ന്നതരവുമുണ്ട്. വീഞ്ഞിനകത്ത് മേൽത്തരം വീഞ്ഞുമുണ്ട് താഴ്ന്നതരവും വീഞ്ഞുണ്ട്. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മളങ്ങനെ വീഞ്ഞ് തന്നെ മേൽത്തരവും താഴ്ന്നതരവും ആക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യനെ മേൽത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ, താഴ്ന്ന തരത്തിൽ കിടക്കുന്ന മനുഷ്യനെ മേൽത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നടത്തുന്ന പദ്ധതികളുടെ പ്രവൃത്തികളുടെ ആകെത്തുകയാണ് നമ്മുടെ രക്ഷാകര പദ്ധതി എന്ന് പറയുക. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവനെ എന്തുമാത്രം ഒരുക്കിയാണ്, പ്രപഞ്ചത്തെ മുഴുവൻ ഒരുക്കിയാണ് മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന്. എല്ലാം ഒരു 6 സ്ഥലത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4 മുതൽ എടുക്കുമ്പോൾ 6 സ്ഥലത്ത് ദൈവം ഈ പ്രപഞ്ചത്തെ അതിനോട് ചേർന്ന് എല്ലാത്തിനെയും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച് വെച്ചിട്ട് എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ദൈവം പറയും അത് വളരെ നന്നായിരിക്കുന്നു എന്ന്. മേൽത്തരമാണ്, ബാക്കിയെല്ലാം നല്ലതാണ്, ദൈവം മോശമായിട്ടൊന്നും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ഒരു വാക്ക് കൂട്ടിച്ചത് വളരെ നന്നായിരിക്കുന്നു എന്ന്. ഓർത്ത് നോക്കണേ. അപ്പോൾ മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടി. ഈ സൃഷ്ടജാലങ്ങളെ മുഴുവൻ നയിച്ച് പരിപാലിച്ച് നടത്തുന്നതിന് വേണ്ടി അവൻ അധികാരവും കൃപകളും എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട് മനുഷ്യന്. ശ്രേഷ്ഠനായ മേൽത്തരം സൃഷ്ടിയാണ് മനുഷ്യൻ. അത് 1-ാം രംഗം. 2-ാം രംഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ശ്രേഷ്ഠനായ മനുഷ്യൻ ശ്രേഷ്ഠനായി ജീവിക്കാതെ, മേൽത്തരത്തിൽപ്പെട്ട മനുഷ്യൻ മേൽത്തരത്തിൽ ജീവിക്കാതെ അവൻ താഴ്ന്ന തരത്തിലേക്ക് പോയി. അതാണ് മനുഷ്യൻ്റെ പാപം, തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാപം തെറ്റെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ മേൽ നമ്മൾ നടത്തുന്ന ഒരു ക്രൂരതയാണ്. ഞാനൊരു പാപം ചെയ്താൽ അത് എൻ്റെ മനുഷ്യത്വം ഞാൻ നശിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് പാപം നാശത്തിന് കാരണമായി തീരുന്നു, അത് മരണത്തിന് കാരണമായി തീരുന്നൊക്കെ പറയുക. അപ്പോൾ മേൽത്തരം മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ 2ആയിട്ട് തിരിച്ചു, പുരുഷനെന്നും സ്ത്രീയും തിരിച്ചു. അപ്പോൾ ദൈവമാകുന്ന ശ്രേഷ്ഠനായ അല്ലെങ്കിൽ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സത്തയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെയാണ് 2ആക്കിയത്, സ്ത്രീയും പുരുഷനുമായിട്ട്. അപ്പോൾ ദൈവികമായ ഛായയും സാദൃശ്യവും മഹത്വവും എല്ലാം മനുഷ്യന് കൊടുത്തതാ. പക്ഷേ എന്ത് സംഭവിച്ചു? അവൻ്റെ സ്വാർത്ഥതയോ അവൻ്റെ കാരണങ്ങളൊക്കെ ഒത്തിരി നമ്മൾ പറയും. പക്ഷേ അതിനപ്പുറം ഈ മനുഷ്യൻ മേൽത്തരത്തിൽ നിന്ന് താഴ്ന്ന തരത്തിലേക്ക് അവൻ അധപ്പതിച്ചു പോയി, താഴേക്ക് പോയി. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം രക്ഷാകര പദ്ധതികൾ ആവിഷ്കരിക്കുക. ഈ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് പൗലോസ് തിമോത്തിയോട് പറയുന്നൊരു കാര്യമാണ്. മനുഷ്യൻ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് പലപ്പോഴും വേണ്ടത്ര ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ മനുഷ്യൻ താഴ്ന്നവനും ഉയർന്നവനുമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മളത് കാണുന്നൊരു പ്രത്യേകതയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ കഥ ഓർത്താൽ മതി. ഇവിടെ 2 തരം മനുഷ്യരില്ലേ? നീചന്മാരായ ആളുകളെന്ന് കരുതപ്പെടുന്ന താഴ്ന്ന ജാതിക്കാർ, ഉന്നതന്മാരാണെന്ന് കരുതപ്പെടുന്ന മറ്റൊരു വിഭാഗം. ഉന്നതനും താഴ്ന്നവനും തമ്മിലുള്ള വ്യത്യാസം ഈ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ അല്പം കുറവുള്ളത്. പണ്ടൊക്കെ അങ്ങനെയല്ല. ഒരു വിഭാഗം ആളുകളെ സമൂഹം കണക്കാക്കിയിരുന്നത് എങ്ങനെയാണ്? താഴ്ന്ന തരക്കാരായിട്ടാണ്.
അവർ നീചന്മാരായിട്ടും മറ്റവർ ഉച്ചന്മാരായിട്ടും ഒക്കെ കണക്കാക്കി എന്നൊക്കെ അങ്ങനെ ചരിത്രങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. അത് സാമൂഹ്യ പരിഷ്കർത്താക്കളായ കുമാരനാശാനോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവോ അയ്യങ്കാളിയോ അതുപോലുള്ള കുറേ ആളുകൾ നമ്മുടെ ഇവിടെ അധകൃതർക്ക് വേണ്ടി അധ്വാനിച്ചു. അതിൻ്റെയൊക്കെ അപ്പുറം കേരള കത്തോലിക്ക സഭയിൽ, ക്രിസ്തീയ സഭയിൽ നമ്മുടെ ചാവറയച്ചനെ പോലുള്ള ആളുകൾ നടത്തിയ സേവനങ്ങൾ അതൊക്കെ നമ്മൾ തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മൾ ഓർക്കും. നമുക്ക് വിഷമം തോന്നുന്നത് ഈ ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് താഴ്ന്നവനെ ഉയരം തരത്തിലേക്ക് കൊണ്ടുവരുന്നതിനോട് ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി ചാവറയച്ചനെ പോലുള്ള വിശുദ്ധർ ഇവിടെ അധ്വാനിച്ചൊക്കെ നമുക്ക് മറക്കാതിരിക്കാം. അത് നമ്മുടെ ഒരു വലിയ ക്രെഡിറ്റാണ്. ഇന്നും എത്രയെത്ര സന്യാസ സഭകൾ ഇവിടെ അവഗണിക്കപ്പെടുന്നവരും ആരുമില്ലാത്തവരും അല്ലെങ്കിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ചാലഞ്ച്ഡ് എന്നേ പറയാവുള്ളൂ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി അവരെയൊക്കെ ഒന്നാം നിരയിൽ സൂക്ഷിക്കാൻ എന്തുമാത്രം അധ്വാനങ്ങൾ നമ്മുടെ സന്യാസഭയിലെ സഹോദരന്മാർ ചെയ്യുന്നുവെന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭവനമോ നമുക്കറിയാവുന്ന സ്ഥലമുണ്ട്, നമ്മൾ അവിടെയൊക്കെ പോയി കാണുകയെങ്കിലും ചെയ്യണം പ്രിയപ്പെട്ടവരെ. എന്തുമാത്രം സേവനങ്ങൾ ഈ താഴ്ന്ന മനുഷ്യരെ ഉയർന്നവരാക്കാൻ നമ്മൾ ചെയ്യുന്നു. നമുക്ക് അഭിമാനം കൊള്ളാനാവട്ടെ, നമ്മുടെ ആളുകൾ അത്രയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്ത് അതവിടെ നിൽക്കട്ടെ. അത് മറ്റൊരു കഥയാണ്. രണ്ടാമത്തെ രംഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണും മനുഷ്യൻ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിലെ 5 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർ ദൈവം പരിതപിച്ചു, കാരണം അവൻ്റെ ഹൃദയത്തിൽ തിന്മ നിറയാൻ തുടങ്ങി എന്നാണ് പറയുക. അങ്ങനെ തിന്മ നിറഞ്ഞപ്പം മേൽത്തരത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ അധപ്പതിച്ച് അവൻ താഴേക്കിടയിലേക്ക് വരികയാണ്. ദൈവം പരിതപിച്ചു. പണ്ടേ നമ്മൾ പിരിഞ്ഞതല്ലേ പരിതപിച്ചു ദൈവം എന്ന് പറയുന്ന വയലാറിൻ്റെ ഒരു കവിതയുണ്ട്. അങ്ങനെ ദൈവം സംസാരിക്കുന്നത് പോലുള്ള ഭാവനകളൊക്കെയുള്ള കവിതകളൊക്കെ. ദൈവത്തിന് ഉണ്ടായ ദുഃഖം, സങ്കടം, പരാതി ഇതാണ്. മനുഷ്യൻ അവൻ്റെ മേൽത്തരം അവസ്ഥയിൽ നിന്ന് താഴ്ന്ന ഇടത്തിലേക്ക് പോയി പാപത്തിലൂടെ. ഇപ്പം നമ്മളൊക്കെ എവിടെയാണ് ഇപ്പം കിടക്കുന്നത്? നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പുണ്യമൊക്കെ പറയുന്ന നമ്മുടെ അവസ്ഥ ദൈവത്തോട് ചേർന്ന് ദൈവികരായി ജീവിക്കുന്ന അവസ്ഥയിലാണോ ഉള്ളത് എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ നമ്മൾ ചിലപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ കുറവുകളും തെറ്റുകളും ഒക്കെ എവിടെയെങ്കിലും നമ്മൾ അധപ്പതിച്ച് പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെയുള്ള തെറ്റുകളെ കുറ്റങ്ങളെയൊക്കെ തമ്പുരാൻ്റെ പാദങ്ങളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും സമർപ്പിക്കുന്ന വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശയുടെ എവിടെയെങ്കിലും നമ്മൾ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഉയർത്താനുണ്ട്. കൂദാശകളുടെയൊക്കെ ലക്ഷ്യവുമൊക്കെ അതൊക്കെ തന്നെയാണെന്നാണ് നമ്മൾ അറിയുക. അപ്പോൾ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എന്തുമാത്രം സാഹചര്യങ്ങളാണ് ദൈവം നമുക്ക് നൽകുക. തെറ്റും കുറ്റവും ഒക്കെ സംഭവിച്ചാൽ പോലെയും നമ്മളെ വീണ്ടും മേൽത്തരം ആളുകളാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ സഭയിൽ എന്തുമാത്രമുണ്ട്. നമ്മുടെ വചന പ്രഘോഷണ മേഖലകൾ തന്നെ എടുത്തോളൂ. ഇപ്പോൾ ഒരു ശരി മങ്ങലേറ്റിട്ടുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. വചന പ്രഘോഷണ മേഖലയിൽ ആളുകൾ പോകുന്നില്ല. എല്ലാം ഇപ്പം വേറൊരു സാഹചര്യത്തിലായ എന്നൊക്കെ നമ്മൾ പറയാറ്. നമ്മൾ പലതിനെയും പഠിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ദൈവം നൽകുന്ന നമ്മൾ എവിടെയെങ്കിലും താഴ്ന്ന തരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, താഴ്ന്ന തരം വീഞ്ഞ് പോലെ ആയി പോയിട്ടുണ്ടെങ്കിൽ, മേൽത്തരം വീഞ്ഞാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളുടെ മുമ്പിലേക്ക്, ആശീർവാദത്തിന് മുമ്പിലേക്ക്, ദൈവവചനത്തിന് മുമ്പിലേക്കൊക്കെ നമ്മൾ പോകാൻ മടിക്കുന്നുണ്ടോ? നമ്മൾ സഭയൊന്നാകെ, ഇടവകളൊന്നാകെ, അതുപോലെ തന്നെ കുടുംബങ്ങളൊന്നാകെ ഇരുന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബം മേൽത്തരം കുടുംബമായിട്ട് എന്നുവെന്നും കുറേശ്ശെ പറഞ്ഞു. ഇപ്പം സാമ്പത്തികമായിട്ട് മേൽത്തരമാകാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പാടുകളും ത്യാഗവും ആളുകൾ സഹിക്കുക, എന്തുമാത്രം കടബാധ്യതകൾപ്പെട്ടാൽ കഴിയുക എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ഈ താഴ്ന്ന തരത്തിൽ കിടക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇന്നും മേൽത്തരം ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയുക്തമായ അനേകം നല്ല സാഹചര്യങ്ങൾ ഈ സഭയിലുള്ളതിന് നമ്മളെ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. മെച്ചപ്പെട്ട മനുഷ്യരായി തീരുക, മെച്ചപ്പെട്ട അപ്പനാകുക, മെച്ചപ്പെട്ട അമ്മയാകുക, ഭർത്താവാകുക, ഭാര്യയാകുക, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സ്വഭാവങ്ങളുള്ള ചെറുപ്പക്കാരനാകുക, കുട്ടികൾ. ഇതൊക്കെ പറയുന്ന ആ താഴ്ന്ന തരത്തിൽ കിടക്കാതെ മെച്ചപ്പെട്ട തരത്തിലേക്ക് പോകാൻ നമുക്ക് ദൈവം നൽകുന്ന സാഹചര്യങ്ങൾ നമ്മൾക്ക് ഉപയോഗപ്പെടുത്തണം. ഒരു കുഞ്ഞു കാര്യം കൂടി ഞാൻ പറയാം അതിൽ ചേർത്ത് വെച്ച്. ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ 30 വർഷമായിട്ട് കുർബാന കാണാതെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്ന ഒരാളാണ് ഞാൻ. കുർബാനയ്ക്ക് പോകണം, അതുകൊണ്ട് പോകുന്നു. ഭാര്യയും മക്കളും എല്ലാവരുമായിട്ട് പള്ളിയിൽ പോകുന്നു. വണ്ടി അവിടെ ഗ്രൗണ്ടിലിട്ടിട്ട് വരും, ജീപ്പ് ഓടിച്ച് അവിടെ വരെ വന്നിട്ടിട്ട് വരും. എന്നിട്ട് വരുമ്പോഴത്തേക്കും പള്ളി നിറഞ്ഞിരിക്കും.
അതുകൊണ്ട് എവിടെ ഇരിക്കും? പള്ളിയുടെ നടയിരിക്കും. നട ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അപ്പം ടൗണിലേക്കൊക്കെ നോക്കി അവിടെ ഇരിക്കും. കുർബാന കഴിയുമ്പോൾ എല്ലാവരും കൂടെ അങ്ങ് പോയി. എന്നും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതുകൊണ്ട് ഞാൻ തൃശ്ശൂർ ഭാഗത്തുള്ള നമ്മുടെ ചാലക്കുടിയിലുള്ള മുരിങ്ങൂർ പോട്ടയിൽ ഞാൻ അവരുടെ കൂടെ ചുമ്മാ ഒരു തമാശന് വേണ്ടി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പോയി. അവിടെ ചെന്നപ്പോൾ ആയിരങ്ങൾ കർത്താവിനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരുപാട് മനുഷ്യർ മാനസാന്തരപ്പെടുന്നതും ഒരുപാട് അത്ഭുതങ്ങൾ ദൈവന്മാരുടെ ജീവിതങ്ങളിൽ ചെയ്യുന്നതുമെല്ലാം കണ്ട് ഞാനിങ്ങനെ കണ്ണു നിറഞ്ഞു നിന്നു. കാര്യമായ വ്യത്യാസമൊന്നും എനിക്ക് അന്ന് വന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. രണ്ടാമത് വീണ്ടും പോയി. അതിനുശേഷം പലതവണ ഞാൻ പലരെയും കൊണ്ടുപോയി. എന്നിട്ട് ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പള്ളിയുടെ ഏറ്റവും മുമ്പിൽ പോയി നിൽക്കാൻ തുടങ്ങി. അന്നേരമായി അൾത്താരയും അവിടെയുള്ള പൂക്കളും തിരികളും തിരുസക്രാരിയും വൈദികൻ്റെ വേഷവും എല്ലാം ഞാൻ ആദ്യമായിട്ട് 30 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഞാൻ കണ്ടു എന്ന് പറയാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ മാറി. അപ്പോൾ തമ്പുരാൻ്റെ കൃപ എനിക്ക് കിട്ടിയതുപോലെ ഞാൻ അനേകർക്കത് പങ്കുവെക്കാൻ ഞാൻ ശ്രമിച്ചു. നമ്മൾ പലപ്പോഴും ഈ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതുകൊണ്ട് കടമകൾ നിറവേറ്റണമെന്ന് ചിന്തിക്കുന്ന ആ ആധ്യാത്മികത താഴ്ന്ന ആധ്യാത്മികതയാണ്. അവിടുന്ന് തമ്പുരാനോട് ഏറ്റവും അടുക്കുന്ന ആധ്യാത്മികത നമുക്ക് വളരാനുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മേൽത്തരം വീഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ മേൽത്തരം വ്യക്തികളായി മാറുക. താഴ്ന്നതരം വീഞ്ഞ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് നമുക്ക് പോകാനാവട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് തമ്പുരാനോട് ഈ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവത്തിൻ്റെ കരുണയും കൃപയും അനുഗ്രഹവും ആണ് നമുക്ക് എപ്പോഴും ബലമായിട്ടുള്ളത്. നമ്മളെ മേൽത്തരമുള്ള ഉയർന്ന മനുഷ്യരാക്കാൻ വേണ്ടി കർത്താവ് ചെയ്ത ത്യാഗവും സഹനവും കുരിശുമൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മളെ എന്നും ബലപ്പെടുത്തി നമ്മളെ പൂർണ്ണതയുള്ളവരാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കാം. നല്ല ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് താഴ്ന്ന തരത്തിൽ ജീവിക്കുന്ന, താഴ്ന്ന ജീവിതം നയിക്കുന്നവരെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ആധ്യാത്മികതയിൽ ഞങ്ങളെ ഉന്നതങ്ങളിലേക്ക് അങ്ങ് നയിക്കണമേ എന്ന് പരിശുദ്ധ തൃത്വമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, മേൽത്തരം വീഞ്ഞുണ്ടാകാൻ വേണ്ടി അങ്ങാണല്ലോ മാധ്യസ്ഥം വഹിച്ചത്. അതുപോലെ ഞങ്ങളെ മേൽത്തരം ഗുണവിശേഷമുള്ള, സുഹൃതങ്ങളുള്ള, പുണ്യമുള്ള, കൃപയുള്ള മനുഷ്യരാകാൻ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. മേൽത്തരം ജീവിതം ജീവിച്ച, താഴ്ന്നതരത്തിൽ നിന്ന് മേൽത്തരത്തിലേക്ക് പോയ വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവകയുടെ മത്സരെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാർപ്പാപ്പായോടും മെത്രാൻ സംഘത്തോടും വൈദികരോടും സന്യസ്തരോടും പ്രേക്ഷിതരോടും എല്ലാ ആത്മായ സഹോദരങ്ങളോടും ചേർന്ന് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സമയങ്ങളിൽ മരിയൻ കൂടാരങ്ങളിൽ വസിക്കുന്ന, നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ കൂട്ടായ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിയും അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചും കൃപകളാൽ നിറയപ്പെടാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഗുണനിലവാരമുള്ള, വിശുദ്ധിയുള്ള, ദൈവകൃപ നിറഞ്ഞ ജീവിതമാകാൻ നമുക്ക് എല്ലാവരും ചേർന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയും അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് നമുക്ക് ശിരസ്സ് നമിച്ച് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
സഹോദരങ്ങളെ, നമ്മൾ തമ്പുരാൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക. രക്ഷകനായ ദൈവത്തിൻ്റെ സഹനവും മരണവും ഉത്ഥാനവുമെല്ലാം ഞങ്ങളെ പുതിയ മനുഷ്യരാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഞങ്ങൾ ഗുണമേന്മയുള്ള മനുഷ്യരായി വിശുദ്ധരായി ജീവിക്കാനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അതിനായി നമുക്ക് പ്രിയപ്പെട്ടവരെ തലകുനിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തിരുരക്തം ചൊരിഞ്ഞ് നമ്മളെ എന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും പരിശുദ്ധിയിലേക്ക് നയിക്കുന്ന കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും നമ്മളെ വിശുദ്ധീകരിച്ച് ശ്രേഷ്ഠ മനുഷ്യരാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും എല്ലാ സമയത്തും നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ഒരു നല്ല ദിവസമാവട്ടെ. ഒരു ശുഭദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു.